വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകും വിധമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ്. ഒന്ന്, സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിനുള്ള സുപ്രധാനമായ തീരുമാനം കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടിരിക്കുന്നു. രണ്ട്, പാകിസ്ഥാൻ എംബസിയിൽ ഡൽഹിയിലുള്ള എംബസിയിൽ പാകിസ്ഥാനിലെ പ്രതിരോധ വിഭാഗങ്ങളിലുള്ളവർ അറ്റാഷമാരായി പ്രവർത്തിക്കുന്നുണ്ട്. അവരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. 55 ജീവനക്കാരാണ് പാകിസ്ഥാൻ എംബസിയിലുള്ളത്. അതിൽ 30 ചുരുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നും ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പ്രതിരോധ രംഗത്തുള്ളവർ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് അറ്റാഷമാരായി. അവരെയും പിൻവലിക്കുന്നതിനുള്ള തീരുമാനം ഈ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. വാഗ അട്ടാരി ബോർഡർ അത് അടയ്ക്കുന്നതിനുള്ള തീരുമാനവും ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുകയാണ്. സർവകക്ഷി യോഗം വിളിക്കുന്നതിനും ഈ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. നാളെയാണ് സർവകക്ഷി യോഗം ചേരുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുക. ഇങ്ങനെ സുപ്രധാനമായ തീരുമാനങ്ങൾ, പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം 2.5 മണിക്കൂറിലേറെ നീണ്ട മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്.